നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതാ യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംസൃതി. രാജോവാച നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതാ യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംസൃതി. ഭഗവാനാൽ ആദിയിൽ യഥാ വേണ്ടതുപോലെ നിവൃത്തിമാർഗ സംസാരത്തിൽ നിന്ന് മാറ്റാനുള്ള, അതിൽ നിന്ന് നിവർത്തിച്ചെടുക്കാനുള്ള ഒരു ഉപായം കഥിത പറയപ്പെട്ടു. എങ്ങനെയെന്നാൽ ക്രമയോഗത്താൽ പ്രാപിക്കപ്പെട്ട ബ്രഹ്മാവിനോടുകൂടി സംസാര നിവൃത്തി. അതായത് ഈ സ്ഥാനം എന്നുള്ള ലീലയാണ് വർണ്ണിച്ചിരുന്നത് പഞ്ചമസ്കന്ധത്തിൽ. ഇതിനകത്ത് ഈ സ്കന്ധത്തിലെ വിഷയം പോഷണമാണ്, ലക്ഷണം പോഷണമാണ്. അതായത് പോഷണം എന്ന ലീല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് പുഷ്ടി പോഷണമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇതിൻ്റെ കൂടെ വേണം. ബാക്കി സ്ഥാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ വായിച്ചു. അത് അതിന് പറഞ്ഞു വരുന്നത് നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് നല്ലതും അല്ലാത്തവർക്ക് നരകവും കിട്ടും. സ്വർഗവും നരകവും അനുഭവിച്ച ശേഷം വീണ്ടും ഇങ്ങോട്ട് വന്ന് ജനിക്കണം. ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം രാജാവിന് മനസ്സിലായി. അതായത് പരീക്ഷിത രാജാവിന് മനസ്സിലായി. തിരിച്ച് മുനിയോട് ചോദിക്കുന്നതായിട്ടാണ് ഈ 2-3 ശ്ലോകങ്ങൾ വരുന്നത്. രാജാവ് വീണ്ടും ചോദിക്കുക. കുറേ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ട് പിന്നെ അദ്ദേഹം പറയുന്നതായിട്ടാണ് പിന്നെ പറയുന്നത്. അതുകൊണ്ട് ഇത് വായിക്കാനായിട്ടൊന്ന് പഠിക്കുക. ഇത് ഈ മറ്റേ അധ്യായത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ചോദ്യം. അതിൻ്റെ ബാക്കി കാര്യം എങ്ങനെയാണ്, ഇനിയും ജനിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഇനിയും നരകത്തിൽ പോവുകയും സ്വർഗത്തിൽ പോവുകയും എല്ലാം ചെയ്തിട്ട് വീണ്ടും ഭഗവാൻകൽ എത്തുന്നിടം വരെ, അതായത് നമുക്ക് മോക്ഷം കിട്ടുന്നിടം വരെ നമ്മൾ ഈ ജനന മരണ ദുഃഖങ്ങളിൽ ഇങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ കുറേ ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. ചോദ്യങ്ങൾ എല്ലാത്തിൻ്റെ ഒന്നും വാക്കുകൾ മാത്രം നിങ്ങൾ പഠിക്കുക, വായിച്ചാൽ മതി. അത് കഴിഞ്ഞ് പ്രധാന കാര്യം വരുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം ഇത് 68 ശ്ലോകങ്ങളോ മറ്റോ ഉണ്ട്. അപ്പോൾ തീരുകയില്ല ഒട്ടും. അതുകൊണ്ട് മുഴുവൻ നമുക്ക് നോക്കാം. നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതാ യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംസൃതി. പ്രവൃത്തിലക്ഷണസ്യൈവ ത്രൈഗുണ്യവിഷയോ മുനേ യോ സാവലീന പ്രകൃതേർഗുണസർഗഃ പുനഃ പുനഃ. പ്രവൃത്തിലക്ഷണസ്യൈവ ത്രൈഗുണ്യവിഷയോ മുനേ യോ സാവലീന പ്രകൃതേർഗുണസർഗഃ പുനഃ പുനഃ. അലീന പ്രകൃതേ എന്നാണ് ആ വാക്ക്. യോസൗ അനീല പ്രകൃതേ പുനഃ പുനഃ ഗുണസർഗ പ്രവൃത്തി ലക്ഷണ കഥിത. അത്രയേ ഉള്ളൂ. പ്രവൃത്തി ലക്ഷണ ച ഏവ ത്രൈഗുണ്യ വിഷയാമുനി യോസാവലീന പ്രകൃതിർ ഗുണസർഗ പുനഃ പുനഃ. അധർമ്മലക്ഷണാനാന നരകാശ്ചാനുവർണിതാഃ മന്വന്തരസ്യ വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യതഃ. അധർമ്മലക്ഷണാനാന നരകാശ്ചാനുവർണിത മന്വന്തരസ്യ വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യഥാ. അധർമ്മലക്ഷണാനാന നരകാശ്ചാനുവർണിതയാണ്. നരകാശ്ചാനുവർണിതയായത്. മന്വന്തരശ്ച വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യതഃ. പ്രിയവ്രതോത്ഥാനപദോർ അവിടെ നിർത്തുക. വംശ തച്ചരിതാനി ച വംശസ്തച്ചരിതാനി വംശഃ തത് ചരിതാനി വംശഃ തത് ചരിതാനിയാണ്. വംശതച്ചരിതാനി ച ദ്വീപ വർഷ സമുദ്രാദ്രി നദ്യുദ്യാന വനസ്പതീൻ. ദ്വീപവർഷ സമുദ്രാദ്രി നദ്യുദ്യാന വനസ്പതീൻ. വാക്കുകളെല്ലാം കിട്ടിയോ? ദ്വീപ വർഷ, ദ്വീപ ചെറിയ കോമ എഴുതുക, വർഷ സമുദ്ര അദ്രി നദി, പിന്നെ ഉദ്യാന നദി എന്ന് വായിക്കണം അവിടെ കേട്ടോ. ദ്വീപവർഷ സമുദ്രാദ്രി നദി ഉദ്യാന വനസ്പതീൻ. ദ്വീപവർഷ സമുദ്രാദ്രി വരെ ഉള്ള 8 അക്ഷരം. പിന്നെ നദ്യുദ്യാന വനസ്പതീൻ എന്ന് വേറെ വായിച്ചാൽ മതി. നദി ഉദ്യാന വനസ്പതീൻ. ദ്വീപവർഷ സമുദ്രാദ്രി നദി ഉദ്യാന വനസ്പതീൻ. നദി ഉദ്യാന എന്ന് പറയുമ്പോൾ നദി ഉദ്യാന എന്ന് തന്നെ ആയിക്കോളും. നദിന്ന്
ആണ് വാക്കെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ദിന കഴിഞ്ഞ് കോമയുടെ അതെ വർഷ അദ്രി കഴിഞ്ഞിട്ട് കേട്ടോ. ദ്വീപവർഷ സമുദ്രാദ്രി അപ്പോൾ 8 അക്ഷരമായി. ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനതഃ ജ്യോതിഷാം വിവരാണാം ച യഥേദമസൃജത് വിഭുഃ. ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനതഃ ജ്യോതിഷാം വിവരാണാം ച യഥേദം അസൃജത് വിഭു. യഥേദം എന്നെഴുതുക, പിന്നെ മാ വെട്ടിയിട്ട് അസൃജത് വിഭുഃ. ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനതഃ ജ്യോതിഷാം വിവരാണാം ച. വാക്കുകളൊക്കെ കിട്ടിയല്ലോ. അധുനേഹ മഹാഭാഗ യഥൈവ നരകാത് നരക നാനോഗ്രയാതനാൽ നേയാത് തന്മേ വ്യാഖ്യാതുമരിഹസി. അധുനേഹ മഹാഭാഗ യഥൈവ നരകാൻ നരക നാനോഗ്രയാതനാൻ നേയാത് തന്മേ വ്യാഖ്യാതുമർഹസി. നാനോഗ്രയാതനാത് നേയാത് പിന്നെ നയ്യാത് വരെയുണ്ട് 8 അക്ഷരമേ. നാനോഗ്രയാതനാൻ നേയാത് തത്തേ വ്യാഖ്യാതുമർഹസി. ശ്രീ ശുക ഉവാച. രാജാവിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ശുക ബ്രഹ്മർഷി ഇപ്രകാരം പറഞ്ഞു. നാ ചേതിഹൈവാപചിതിം യഥാം ഹസഃ കൃതസ്യ കുര്യാൻ മന ഉക്തിപാണിഭിഃ ധ്രുവം സ വൈ പ്രേത്യ നരകാനുവൈതി യേ കീർത്തിതാ മേ ഭഗവത്തിക്മയാതനാഃ. ന ചേതിഹൈവാപചിതിം യഥാംഹസ. അംഹസ ഒരു വാക്കഥ. മന ചേ ച ഇതി ഇഹ ഏവ. ചേത് ഇഹ ഏവ അപചിതിം. വാക്കുകളെല്ലാം ഇങ്ങനെയാണ്. ന ചേത് ഇവ ഇഹ ഏവ. ഇഹ ഏവയാണ് ഇഹൈവ ആയത്. പിന്നെ ഇഹൈവ കഴിഞ്ഞിട്ട് അപചിതി എന്നുള്ള വാക്കാണ്. അതാണ് ഇങ്ങനെ വായിക്കുന്നത്. ഏത്? ന ചേതിഹൈവാപചിതിം യഥാംഹസ കൃതസ്യ കുര്യാൻ മന ഉക്തിപാണിഭിഃ ധ്രുവം സ വൈ പ്രേത്യ നരകാനുവൈതി യേ കീർത്തിതാ മേ ഭവത തിഗ്മയാതനാഃ. തസ്മാത് പുരൈവാശ്വിക പാപനിഷ്കൃതൗ യതേതമൃത്യോരവിപദ്യതാത്മനാം ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ ഭിഷക് ചികിത്സേത രജാം നിദാനവിദം. തസ്മാത് പുരൈവാശ്വിക പാപനിഷ്കൃതൗ യതേതമൃത്യോര അവിപദ്യതാത്മനാ ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ ഭിഷക് ചികിത്സേത രുജാം നിദാനവിദ്. അതുകൊണ്ട് ഈ പറഞ്ഞു വന്നത് പശ്ചാത്താപം, വാക്ക്, ശരീരം എന്നിവയാൽ പ്രത്യേകമായും എല്ലാം ചെയ്യപ്പെട്ടിരിക്കുന്ന പാപത്തിന് പരിഹാരമായിട്ട് പറയുന്നത് പ്രായശ്ചിത്തമാണ്. ഈ ലോകത്തിൽ തന്നെ വേണ്ടതുപോലെ അനുഷ്ഠിക്കാതിരിക്കുന്നവർ മരണാനന്തരം ഈ ലോകത്തിലത് മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി നമ്മൾ പ്രായശ്ചിത്തം ചെയ്താൽ കുഴപ്പമുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അടുത്ത ജന്മത്തിൽ നമുക്കൊരു ശ്രേഷ്ഠ ജന്മം കിട്ടും, അല്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്രയും. ഇപ്പോൾ രാജാവിന് പിന്നെ സംശയം ചോദിക്കുന്നതാണ്. ദൃഷ്ടശ്രുതാഭ്യാം യത് പാപം ജാനന്നപ്യാത്മനോഹിതം കരോതി ഭൂയോ വിവശ പ്രായശ്ചിത്തമധോ കഥം. ദൃഷ്ടശ്രുതാഭ്യാം, ദൃഷ്ട കണ്ടിട്ട്, ശ്രുത കേട്ടിട്ട്, യത് പാപം ജാനന്നപ്യാത്മനോഹിതം അഹിതം, ജാനന്നപി ആത്മനോ അഹിതം കരോതി ഭൂയോ വിവശഃ പ്രായശ്ചിത്തമധോ കഥം. കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയായിട്ട് ലോകത്തിൽ പലതും ശിക്ഷ കൊടുക്കാറുണ്ട്. മരണാനന്തരം ഈ നരകത്തിൽ പോയി പതിക്കേണ്ടി വരുമെന്ന് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ ആത്മാവിനെ അധപ്പതിപ്പിക്കുന്ന ശത്രുവാണെന്നറിഞ്ഞിട്ടും ഈ പാപവാസനയിൽ നിന്ന്, പാപവാസന ഉള്ളതുകൊണ്ടല്ല പാപം ചെയ്യുന്നത്, ഈ മുക്തനല്ലാതിരിക്കുന്നവർ ഈ പ്രായശ്ചിത്തം ചെയ്ത ശേഷവും
എങ്ങനെയാണ് ഈ പ്രകൃതി സ്വഭാവം അങ്ങനെയായതുകൊണ്ട് പിന്നെയും പാപം ചെയ്യാതിരിക്കുകയില്ല. എങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യും അവരും എന്നാണ് രാജാവിൻ്റെ പക്ഷം. അപ്പോൾ ഈ പ്രായശ്ചിത്തം എങ്ങനെയാണ് പാപത്തിന് പരിഹാരമാകുന്നത്? അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതര സമുദായത്തിലുള്ള ആൾക്കാർ, നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് കാണുന്ന ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഇടയ്ക്ക് അവർ പാപം ഏറ്റു പറഞ്ഞ് എന്തോ അതിന് പറയുമല്ലോ, എന്തോ ഒരു പേരുണ്ടല്ലോ അതിന്, കുമ്പസരിക്കുക എന്ന് പറയും. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുക, ദൈവത്തിനോട് പറയുന്നത് പോലെ അവിടുത്തെ പുരോഹിതനോട് പറഞ്ഞാൽ കഴിഞ്ഞാലത് ആ പാപം ചെയ്തത് തീർന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചൊക്കെ വിടും. പക്ഷേ വീണ്ടും വന്ന് ഇത് തന്നെ ചെയ്യുന്നത് എന്നാൽ ആ ചോദ്യം തന്നെ ഇപ്പോൾ രാജാവ് ഇവിടെ ചോദിച്ചത്. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം പരിഹാരം നമ്മൾ തന്നെ നാമജപമാണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ നിവർത്തിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നാമജപമാണെന്ന് പറയുന്നില്ല. അപ്പോഴാണ് ഈ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ശുകബ്രഹ്മർഷി. അവിടെ അതിനോട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം രാജാവ് ചോദിച്ചത്. ക്വചിത് നിവൃത്തതേ ഭദ്രാത് ക്വചിത് ചരതി തത് പുനഃ പ്രായശ്ചിതമധോപാർത്ഥം മന്യേ കുഞ്ചര ശൗചവത്. ക്വചിത് നിവർത്തതേ അഭദ്രാത് ക്വചിത് ചരതി തത് പുനഃ പ്രായശ്ചിത്തമധോപാർത്ഥം അധോ മന്യേ കുഞ്ചര ശൗചവിത്. അപാർത്ഥം മന്യേ, അർത്ഥമില്ലാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്തത് കൊണ്ട് കുറച്ച് നേരത്തേക്ക് മുക്തനാകുമായിരിക്കും. പക്ഷേ പിന്നെയും അത് അനുഷ്ഠിക്കാൻ എങ്ങനെയാണ്, അത് പിന്നെയും ആ പാപം ചെയ്യേണ്ടി വന്നാൽ പിന്നെ എന്താണ് അത്? ഒരു കുഞ്ചര ശൗചവതെന്ന്. കുഞ്ചരം എന്ന് പറഞ്ഞാൽ ആന കുളിപ്പിച്ചെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആന പൊടി വാരിയിടുന്നതാണ് ആനയ്ക്കിഷ്ടം. ആനയ്ക്ക് അങ്ങനെ പൊടിയിൽ സ്വതമായിട്ടുള്ള ആനയ്ക്ക് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ആനയെ സമ്മതിക്കില്ല. ഒരു തുമ്പിക്കൈ ശീലിപ്പിച്ചെടുക്കും, അങ്ങനെ അല്ലാതാക്കി നല്ല കറുത്ത് നിർത്താൻ വേണ്ടിയിട്ട്. എന്നാലും ആനയെ മിക്കവാറും കുളിപ്പിക്കുന്ന കാണാമല്ലേ, അത് തേച്ചൊരച്ചൊക്കെ കുളിപ്പിക്കും. അതിൻ്റെ തൊലിയാണെങ്കിൽ കട്ടിയുള്ളതുമാണ്. അപ്പോൾ അതിന് എപ്പോഴും ഈ ഭാഗവതത്തിൽ പലയിടത്തും കാണാവുന്ന ഒരു വാക്കാണ് കുഞ്ചര ശൗചം എന്ന് പറഞ്ഞാൽ. കുഞ്ചരം എന്ന് പറഞ്ഞാൽ ആനയുടെ കുളി പോലെ. ആനയെ എത്ര വൃത്തിയാക്കി വെച്ചാൽ അത് പിന്നെ ആ വൃത്തികേടെടുത്ത് മേത്തിടാനാണ് അതിൻ്റെ ശ്രമം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ തെറ്റ് പിന്നെയും ചെയ്യുക, ആവർത്തിക്കുക എന്നുള്ളത്. ബാധരായണി രുവാചാം കർമ്മണ കർമ്മനിർഹാരോ നാഹ്യാത്യന്തികയിഷ്യതേ അവിദ്വദാധികാരിത്വാദ പ്രായശ്ചിത്തം വിമർശനം. അത് കർമ്മത്താൽ കർമ്മനാശം പറയുന്ന അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നില്ല. അവിദ്വത അധികാരിത്വാദ, അവിദ്വാന് അധികാരി എന്നുള്ള കാരണത്താൽ ജ്ഞാനം പ്രായശ്ചിത്തം എന്ന് അതാണ് പരിഹാരം. പാപ പരിഹാരം അജ്ഞാനമുണ്ടാകുക എന്നുള്ളതാണെന്ന്. നാസ്നത പഥ്യമേവാന്നം വ്യാധയോഭിഭവന്തി ഏവം നിയമകൃതരാജൻ ശനൈക്ഷേമായ കൽപ്പതേ. നാസ്നത പഥ്യമേവാന്നം വ്യാധയോഭിഭവന്തി ഏവം നിയമകൃതരാജൻ ശനൈക്ഷേമായ കൽപ്പതേ. പഥ്യാന്നം, പഥ്യമായ അന്നത്തെ അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അശനം ഭക്ഷിക്കുന്നവരെ, അസ്നഹ ഭക്ഷിക്കുന്നവരെ ഓരോ തരത്തിലുള്ള വ്യാധികൾ അഭിഭവന്തി ബാധിക്കുന്നില്ല. നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നവർക്ക് വേറെ രോഗങ്ങളൊന്നും വരത്തില്ല. ദാരിദ്ര്യം ഒക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള വരാതെ ഒന്നും ആകുന്നില്ല. അത് ശരിയാണ്. പക്ഷേ നിയമത്തെ അനുഷ്ഠിക്കുന്നവർ ക്രമത്തിൽ ക്ഷേമത്തിനായിക്കൊണ്ട് അർഹനായി വരുന്നു. നമ്മൾ ഒരു ഇത് ചെയ്താൽ, പ്രായശ്ചിത്തം ചെയ്താൽ അത് പിന്നെയും അത് തുടർന്ന് പോരുകയാണെങ്കിൽ അതിന് അർഹനായി തീരുമെന്ന്. തപസാ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച ദേഹവാഗ് ബുദ്ധിജം ധീര ധർമ്മജ്ഞാ ശ്രദ്ധയാന്വിത ക്ഷിപന്ത്യഘം മഹദപി വേണുഗുൽമം ഇവാനലഃ. ക്ഷിപന്ത്യഘം മഹദപി വേണുഗുൽമം ഇവാനലഃ. ദേഹവാക്ക് ബുദ്ധിജം ധീര ധർമ്മജ്ഞ ശ്രദ്ധയാന്വിത ക്ഷിപന്ത്യഘം മഹദപി. ക്ഷിപന്ത്യഘം പാപം, മഹദപി വേണുഗുൽമം ഇവാനല.
തപസാ ബ്രഹ്മചര്യേണ സമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. തപസ് കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും അന്ധകരണ നിഗ്രഹം കൊണ്ടും ശമം കൊണ്ടും ദമയം കൊണ്ടും, അതായത് വെളിയിലോട്ട് കണ്ടിരിക്കുന്ന ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടും, യമേന അഹിംസാദി കൊണ്ട്, നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുണ്ടല്ലോ, അഹിംസ ഒന്നും ചെയ്യാതിരിക്കുന്ന ജപാർച്ചനാദി കൊണ്ടും, ധർമ്മം ധർമ്മം അറിയാവുന്നവരും ശ്രദ്ധയോടുകൂടിയവരുമായിട്ടുള്ള ധീരന്മാർ ദേഹ വാക്ക് ബുദ്ധിജം അഖം, ശരീരം വാക്ക് ബുദ്ധി ഇവയിൽ നിന്നുണ്ടാകുന്ന പാപം അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. മഹത്തായിരിക്കുന്നു എങ്കിലും വേണുഗുൽമം അനല ഇവ അഗ്നി എന്ന പോലെ ക്ഷിബന്തി നശിപ്പിക്കുന്നു. പുല്ല് ആയിട്ട് നിൽക്കുന്ന മുളങ്കൂട്ടത്തെ അഗ്നി പോലെ ദഹിപ്പിച്ച് കളയുന്നു. അഗ്നി ദഹിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇതിനെ ദഹിപ്പിച്ച് കളയുന്നു. അഗ്നി ഈ പുൽക്കൂട്ടത്തെ ദഹിപ്പിക്കുന്ന പോലെ ഇവയെ ദഹിപ്പിച്ച് കളയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ വാക്ക് പിരിക്കാനൊന്നുമില്ല. വേണുഗുൽമം ഇവ അനലഹ എന്നുള്ള വാക്ക്. കേചിത് കേവലയാ ഭക്ത്യാ വാസുദേവപരായണാഃ അഖം തുന്വന്തി കാസ്നേന നീഹാരമിവ ഭാസ്കരഃ. കേചിത് ചിലർ കേവലയാ ഭക്തിയ ഏകയായ ഭക്തിയെ കൊണ്ട് സൂര്യൻ നീഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, മഞ്ഞിനെ എന്ന പോലെ സൂര്യൻ തെളിഞ്ഞ് വരുമ്പോൾ മഞ്ഞ് അതൊക്കെ മാറിക്കൊടുക്കും. അഖം പാപത്തെ സമസ്തമായിട്ട് ധുന്വന്തി നശിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ന തഥാ ഹ്യഘവാൻ രാജൻ ഭൂയേത തപാദിഭിഃ യഥാ കൃഷ്ണാർപ്പിത പ്രാണഃ. പിന്നെ വെട്ടിക്കളഞ്ഞ തത് പൂരുഷ നിഷേവയാ യഥാ കൃഷ്ണാർപ്പിത പ്രാണഃ. വെട്ടിക്കളയുക, പിന്നെ എട്ടക്ഷരമായി പ്രാണഹ കൊണ്ട്, പിന്നെ തത് പൂരുഷ നിഷേവയാ സദ്രീചീനോ ഹ്യയം ലോകേ പന്ഥാക്ഷേമോ കുതോ ഭയ സുശീലാ സാധവോ യത്ര നാരായണ പരായണാഃ. സദ്രീചീനോ ഹ്യയം ലോകേ പന്ഥാക്ഷേമോ കുതോ ഭയ സുശീലാ സാധവോ യത്ര നാരായണ പരായണാഃ. അതിനകത്തും തിരുത്താനൊന്നുമില്ല. ഈ തപസ് പോലെയുള്ള കർമ്മങ്ങളിലൊക്കെ ഒന്നും ഏർപ്പെടാത്തവർ ഏത് മാർഗമാണെന്ന് ഇത് ധരിക്കണ്ട. ഇങ്ങനെയുള്ള സമർത്ഥരല്ലാത്തവർക്ക് മാത്രമാണ് ഈ മാർഗം എന്നോർക്കണ്ട. എല്ലാവർക്കും കഷ്ടമില്ലാതെ ഭഗവാനെ പ്രാപിക്കാൻ മാർഗം ഇതുപോലെ വേറൊന്നുമില്ല. ഭക്തി മാർഗത്തിൽ ഒരു തടസ്സങ്ങളും നേരിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതേയില്ല. ഭക്തി മാർഗത്തിന് അവിടെ ഒരു വിഘ്നം വരുന്നെന്ന് ഓർക്കണ്ട. ഭക്തിക്ക് പോകാനൊരു വഴി ഉണ്ടായിരിക്കും എപ്പോഴും. പാപത്തെ സമൂലം പിഴുത് കളയാനായിട്ട് വേറെ ഇത്രയും നല്ലൊരു മാർഗം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് സംസാരത്തിലെ ദുഃഖങ്ങൾ കൃഷ്ണഭക്തി ഉപദേശിച്ച് അവരെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന കരുണാശീലരായ സാധുക്കൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധുക്കൾ ആരാന്ന്, ഭഗവാനെ മാത്രം ഓർത്ത് മന്ത്രം ജപിച്ച് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന സന്യാസിമാരെയാണ് സാധുക്കൾ എന്ന് പറയുന്നത്. അവർ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പിന്നെ സാധുക്കൾ സഹായികളായിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. സാധുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വന്നു ചേരും, ഭക്തിയുള്ളവരുടെ കൂടെ വന്നു ചേരും അങ്ങനെയുള്ളവർ. അതിനാൽ സഹായികളില്ലാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് വരികയില്ല. ശാസ്ത്രപ്രസിദ്ധമായിരിക്കുന്ന മാർഗം ഇതാണ്. വ്യക്തമായിട്ട് ആദ്യമേ തന്നെ സുഖം ഒറ്റ വാക്കി പറഞ്ഞു. ഇതങ്ങ് കേട്ടാൽ മതി രാജാവിന്. പക്ഷേ രാജാവ് പിന്നെയും ചോദിച്ചു, അതിനെക്കുറിച്ച് പിന്നെയും മറുപടി പറഞ്ഞ് രാജാമളിൻ്റെ കഥ പറയേണ്ടി വന്നു. അങ്ങനെയാണ്. അപ്പോൾ ഈ മാർഗം, ഭക്തി മാർഗം എന്താണ്? നാമജപം, ഭക്തി, ഭഗവാനോടുള്ള അടുപ്പം, സ്നേഹം എല്ലാം ഉണ്ടാവുക. അത് പറയുമ്പം അവർക്ക് കൂട്ടായിട്ട് സാധുമാർഗം ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ സാധുമാർഗം ആരെങ്കിലും അതുപോലെ പറഞ്ഞു കൊടുക്കാനും അവർക്കേ കിട്ടൂ. അതാണ് അത് ആഗ്രഹിക്കുന്നവർക്കേ കിട്ടൂ. അതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം. ഭഗവാൻ വിളിക്കുമ്പോഴേ കേൾക്കൂ എന്ന് പറഞ്ഞ പോലെ ഇത് ആഗ്രഹിക്കുന്നവർക്കേ കിട്ടൂ.
അല്ലാതെ അവരെ തേടി വന്നോളും എവിടുന്നെങ്കിലും ഒരു സാധു ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധു എന്ന് പറയുന്നതാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാരല്ല കേട്ടോ. ആ സാധുക്കളുടെ ഒരു അനുഗ്രഹം നമ്മൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾക്കാനും ഇത് പറയാനും നമുക്ക് രണ്ട് കൂട്ടർക്കും പറ്റുന്നത്. അതുപോലെ അങ്ങനെ ആ ഒരു കാര്യം ഓർക്കാവുള്ളൂ കേട്ടോ. ഞാനൊരു സാധു ഓർക്കുക, ഞാൻ ഒരു സാധാരണ ഒരു ഗൃഹസ്ഥയാണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ സ്വാമിജിയെ ഓർത്താണ് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും ഓർക്കാറില്ല. കാരണം അത് എന്നിൽ ആരോപിക്കപ്പെടരുത്. നിങ്ങളുടെ മനസ്സ് എന്നിൽ ആരോപിക്കപ്പെടരുത്. ഞാനാണിത് പറഞ്ഞു തരുന്നതാണ്. കാരണം ഇത് ഞാനിന്ന് വായിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നേ ഉള്ളൂ. എനിക്കിത് പറഞ്ഞു തന്ന ഗുരു ആയിട്ടുള്ള ആളിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഞാൻ കൊടുക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ട്. അത് കേൾക്കുന്നവർക്ക് എങ്ങനെയാണോ തോന്നുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അത് അങ്ങനെയുള്ള ഒരാളിനെ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത്. അദ്ദേഹം അങ്ങനെ ഒരു ഇതായിട്ടുള്ള ആളായിരുന്നുകൊണ്ട് നിഷ്കാമകർമ്മമായിട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറേ പേർക്ക് ഞങ്ങൾക്ക് സാധിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. കാരണം എല്ലാവരും വീട്ടമ്മമാരെ നമുക്ക് വേറൊരാളിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നു. അപ്പോൾ അത് അത്രയും ഒരു വലിയ ഫീസോ അങ്ങനത്തെ ഒക്കെ ഇടപെട്ടുള്ളൊരു കാര്യമൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇടയ്ക്ക് പൈസ മുടക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പറ്റില്ല, പോകാൻ സാധിക്കില്ല. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തതായതുകൊണ്ട് സാധിച്ചപ്പോൾ അദ്ദേഹത്തിനല്ലേ എൻ്റെ ക്രെഡിറ്റ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കേട്ടോ. ഇത് അദ്ദേഹം പറഞ്ഞു തന്നത് അത് വേറെ പുസ്തകങ്ങളെ ആശ്രയിച്ചും കുറേയൊക്കെ എൻ്റെ പല ഇത്രയും നാളത്തെ 25 വർഷത്തെ ആ പരിചയം അത് വിടാതെ പിടിച്ചതുകൊണ്ട് ഉണ്ടായ കുറേയൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ വായിച്ചൊക്കെയുള്ള അറിവ് അതും കൂടെ കൂട്ടിയാണ് ഞാൻ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് പറയാറില്ല കേട്ടോ. ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ വരുന്നത് പോലെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത് ഇതിനെ റെക്കോർഡ് ചെയ്തിൽ വേറെ പറയേണ്ടി വന്ന വേറെ പോലെ ആയിരിക്കും. അപ്പോൾ കൃഷ്ണഭക്തി ഉപദേശിച്ച് അവരെ രക്ഷിക്കാനായിട്ട് കരുതിയിരിക്കുന്ന കാരുണ്യമുള്ള സന്യാസിമാർ, സഹായികളായിട്ട് സാധുക്കളായിട്ടുള്ളവർ ഉണ്ട്. എപ്പോഴും നിങ്ങൾ ഓർത്തോളുക, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക്. പക്ഷേ മറ്റേത് വേണം, അത് ശരിക്കും ഉള്ള പാപത്തെ നശിപ്പിക്കണം എന്നുള്ള ഇച്ഛ വേണം, അതിനുള്ള പരിഹാരം അറിയാതിരിക്കണം. അത് പറഞ്ഞു തരാൻ ഒരാൾ വരും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. അതുപോലെ അതിന് എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിക്കാൻ കാര്യമേ ഇല്ല. ഒരു ദോഷവും ഉണ്ടാവുകയില്ല. അത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ് ഈ മാർഗം. പ്രായശ്ചിത്താനി ജീർണാനി നാരായണ പരാമുഖം നിഷ്പുനന്തി രാജേന്ദ്ര സുരാകുംഭം ഇവാപഗാഹാം. ജീർണാനി പ്രായശ്ചിത്താനി നാരായണ പരാങ്മുഖം. നാരായണനിൽ നിന്ന് മാറ്റി വെച്ചപ്പെട്ട മുഖം, പരാങ്മുഖം, മാറ്റി വെച്ചിരിക്കുന്ന ആൾ. അതായത് നാരായണനോട് ഭക്തിയില്ലാത്ത, ഭഗവാനോട് കൃഷ്ണനോട് ഭക്തി ഇല്ലാത്തവനെ രാജേന്ദ്ര അല്ലയോ രാജശ്രേഷ്ഠ, സുരാകുംഭം മദ്യം നിറച്ചിരിക്കുന്ന കൂടത്തെ ആപക ഇവ നിഷ്പുനന്തി ശുദ്ധമാക്കുന്നില്ല. ആപക നദികളെന്ന പോലെ ശുദ്ധമാക്കുന്ന മദ്യകുംഭത്തെ ഗംഗാനദികളിൽ പരിശുദ്ധമാക്കാത്തതുപോലെ. ഗംഗാനദികൾ മദ്യം നിറച്ചൊരു കുംഭത്തെ പരിശുദ്ധമാക്കാൻ പറ്റുമോ? ഇല്ല. പോലെ പാപിയെ പരിശുദ്ധമാക്കുന്നില്ല. മദ്യകുംഭത്തിൽ ജലം നിറച്ച് കഴുകിയാൽ കൂടി അതിൻ്റെ ഗന്ധം പോവുകയില്ല. അത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി. സുരാകുംഭം ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് ഓർക്കുകയില്ല. ഇതിനകത്ത് മദ്യം വന്നത് എങ്ങനെയാണ്? സുരാകുംഭം. അതുകൊണ്ട് ഭക്തി ഒരുപാട് സാധനങ്ങളെ അപേക്ഷിക്കാതെ തന്നെ ശുദ്ധമാക്കും. ഭക്തിയുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ ഒരുപാട് സാധനാക്രമങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ യമം, നിയമം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ അഷ്ടാംഗയോഗം മുതലായ തീവ്രമായ ശാരീരികമായ തപസ്, പിന്നെ ഏകാഗ്രമായ ധ്യാനം, ഇതൊന്നും കൊണ്ട് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇത് ഭക്തി കൊണ്ട് പ്രായശ്ചിത്തം ഉണ്ടാകും, പ്രായശ്ചിത്തം ചെയ്യാം. അതുകൊണ്ട് ഭക്തിയെ ആശ്രയിക്കാത്തവനെ ശുദ്ധമാക്കുകയേ ഇല്ല. എത്രയൊക്കെ ജ്ഞാനവും അറിവും ഉണ്ടെന്നും പറഞ്ഞാലും ഭക്തി ഇല്ലെങ്കിൽ അത് വെറുതെയാണ്. അത് ബലമായിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് രാജശ്രേഷ്ഠ, ആ ഭഗവാനിൽ ഭക്തി കൂടാതെ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാറുണ്ടല്ലേ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാറുണ്ട് പൂജാരിമാരെ വിളിച്ച്. പക്ഷെ അത് ഭക്തിയോട് കൂടി വേണം ഇത് ചെയ്ത്. ഞാൻ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ച് ചെയ്യുക, അല്ലാതെ ഇത് എൻ്റെ പണത്തിൻ്റെ മിടുക്ക് കൊണ്ട് ഞാനിത് ചെയ്യുന്നു അങ്ങനെ വരുത്തി ചെയ്താൽ ഒരു പ്രയോജനവുമില്ല.
അത് പ്രത്യേകം പറയുന്നുണ്ട്. അത് ഈ ശ്ലോകം നിങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി വെച്ചോളുക. ഷഷ്ഠസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പര്യാപ്തമാകണം. നമുക്കത് ഓർമ്മ വരത്തില്ല. കാരണം ഇത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഭാഗവതം തന്നെയല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏതിലുമൊക്കെ പലതിലും ഇതൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാപിയെ ഒരിക്കലും പരിശുദ്ധനാക്കുന്നില്ല. ഈ ഗംഗാനദികൾ പരിശുദ്ധമാകാത്തതുപോലെ, അതായത് ഈ കുംഭത്തെ, മദ്യം നിറച്ച കുംഭത്തെ, ഗംഗാനദി പരിശുദ്ധമായ വെള്ളമാണ്. പക്ഷേ അതുകൊണ്ട് കുംഭം അത് കളഞ്ഞിട്ട് അത് ഒഴിച്ചാലും ഈ ഗംഗാനദി ആ കുടത്തിനെ ഒരിക്കലും പവിത്രമാക്കുന്നില്ല. അതുകൊണ്ട് എന്താ, ഭക്തിയില്ലാതെ നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ഫലമില്ല എന്നേ ഉള്ളൂ ഉദ്ദേശിച്ചത്. സകൃന്മന കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തദ്ഗുണരാഗിയൈരിഹ നദേ യമം പാശഭൃതശ്ച തദ്ഭടാന സ്വപ്നെ വിപശ്യന്തി ഹി ചീർണനിഷ്കൃതാഃ. സകൃന്മന കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തത് ഗുണരാഗിയൈരിഹ നദേ യമം പാശഭൃതശ്ച തദ്ഭടാന സ്വപ്നെ വിപശ്യന്തി ഹി ചീർണനിഷ്കൃതാഃ. ഭഗവാന്റെ ഗുണത്തിൽ അധികം ആയിട്ടുള്ള ഇഷ്ടത്തോടു കൂടി മനസ്സ് കൃഷ്ണൻ്റെ ആ പാദങ്ങളിൽ ഒരു പ്രാവശ്യം യാതൊരുത്തരാൽ വയ്ക്കപ്പെട്ടുവോ, ശിരസ് വെച്ച് ഭഗവാനെ നമസ്കരിച്ചുവോ, അവൻ്റെ ഭടന്മാരെയും യമനെയും ആ പാശം ധരിച്ചിരിക്കുന്ന യമൻ്റെ ഭടന്മാരെയും സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. എന്നാ പശ്യന്തി, കാണുന്നേയില്ല. ആ പ്രായശ്ചിത്തത്തോട് കൂടിയവരായി, അവർ ചെയ്യപ്പെട്ട പ്രായശ്ചിത്തത്തോട് കൂടിയവരായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് കൃഷ്ണനെ ഭജിക്കുന്നവരെ, ഭക്തനായിട്ടുള്ള കൃഷ്ണനെ വിളിക്കുന്നവരെ യമ കിങ്കരന്മാർ വന്ന് കൊണ്ടുപോവുകയില്ല. വേറെ ആൾ വരും. അപ്പം കൃഷ്ണഭക്തരായാൽ യമകിങ്കരന്മാരെ വലിയ കണ്ണുരുട്ടി മിഴിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് പറയുന്ന കയറുമൊക്കെ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിൽ തോന്നിക്കില്ല. അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത് കേട്ടോ. നമ്മൾ ഭീകരമായ രൂപങ്ങളൊക്കെ കാണുന്നു. കാരണം ഈ കിടക്കുന്നവർ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, അവർ വന്ന് നിൽക്കുന്നു, മരിച്ചവരൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് പറയുന്നു. മരിച്ചവരൊക്കെ എന്നെ കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ പ്രായമുള്ളവരൊക്കെ മരിച്ച് ഉള്ള സന്ദർഭങ്ങളിൽ വീട്ടിൽ കിടന്ന് മരിക്കും. ഇപ്പോഴൊക്കെ എല്ലാം ICUലായതുകൊണ്ട് കാണാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ അല്ലാത്തത് ഇപ്പോൾ കണ്ടിട്ടുള്ളപ്പം നമുക്ക് പേടിച്ചരണ്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നത്, അല്ലാത്തൊരു ശാന്തമായിട്ട് കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം രാമരാമൻ ജപിക്കുന്നവർക്ക്, നാരായണൻ ജപിക്കുന്നവർക്ക് നല്ലൊരു ദൃശ്യമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. നാരായണൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലേ തൊട്ട് രൂപത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ രൂപമില്ലാത്തൊരു വസ്തുവിനെ നിങ്ങൾക്ക് ഒരിക്കലും ധ്യാനിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു രൂപം വേണം. അപ്പോൾ അത് നല്ല സുന്ദരമായ രൂപമാണെങ്കിൽ എത്ര ഭംഗി, എന്ത് സുഖമായിരിക്കും ആ കാഴ്ച, അല്ലേ? ബീഭത്സമായ ഒരു കാഴ്ചയെ ധ്യാനിക്കാൻ പറ്റില്ല നമുക്കപ്പം. നമ്മുടെ മനസ്സിൽ വെറുപ്പും പേടിയും ഒക്കെ വരും. ഇതല്ല, നല്ല സുന്ദരമായ ആ ഓരോന്നിൻ്റെ വർണ്ണനകൾ, ആ ഭഗവാന്റെ ശരീരത്തിനെ വർണ്ണിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്, ധ്യാനിക്കാൻ വേണ്ടിയിട്ട് വർണ്ണിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ധ്യാനത്തിൻ്റെ നിയമപ്രകാരം അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു എന്തെങ്കിലും ഒരു രൂപത്തിനെ വേണം നമ്മൾ ധ്യാനിക്കാൻ. അപ്പോൾ ആ രൂപം സുന്ദരവും കൂടിയാണെങ്കിൽ പറയേണ്ടതില്ല. അപ്പം ഭഗവാൻ സുന്ദര രൂപമാണ്, ഭഗവാൻ മനോഹരമാണ്, ഭഗവാന്റെ സ്നേഹവും നല്ല സുഖമുള്ളതാണ്. ഭഗവാന്റെ മന്ദഹാസം പോലെ സുന്ദരമാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരാളിനെ നാമം ജപിക്കുമ്പം ആ രൂപമായിരിക്കും അവർ കാണുന്നത്, അല്ലേ? നമ്മൾക്ക് ആ നാരായണാന്ന് ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് രൂപത്തിലാണോ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിയുന്ന ഒരു രൂപം എല്ലാവർക്കും ഉണ്ടാകും. ആ ഒരു രൂപത്തെ നമ്മളിങ്ങനെ തെളിഞ്ഞ് കാണുന്നതായിട്ട് നമുക്ക് തോന്നും. അല്ലാത്തവർക്ക് പാശവും കയറും ഒക്കെ ആയിട്ട് വരുന്നതും കേട്ടിട്ടുണ്ടല്ലോ. അതായിരിക്കും തോന്നുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാരണം മരണത്തിനടുത്ത് എത്തിയിട്ട് തിരിച്ച് വന്നവർ പറയുന്നത് കേട്ടു, ഞാൻ സ്വപ്നം കണ്ട് ഇങ്ങനെയൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതാ ചോദാഹരന്തീമം ഇതിഹാസം പുരാതനം ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്തം നിബോധമേ. അത്ര ചോദാഹരന്തീമം എഴുതുക, പിന്നെ മീ എന്നുള്ളത് വെട്ടിയിട്ട് ഇതിഹാസം പുരാതനം എന്നാക്കുക. പിന്നെ ദൂതാനാം വിഷ്ണു യമയോഹോ, വിഷ്ണു കഴിഞ്ഞ് കോമ യമയോഹോ, വിഷ്ണുയമയോ അല്ല, വിഷ്ണു യമയോ സംവാദ തം നിബോധമേ. ഇതിൽ
പുരാതനം, വളരെ പണ്ട്, എന്ന് പറഞ്ഞാൽ പണ്ട്, കഴിഞ്ഞതായ ഈ ഇതിഹാസത്തെ, ഈ ചരിത്രത്തെ ഉദാഹരണ സഹിതം പറയാം. വിഷ്ണുവിൻ്റെയും യമൻ്റെയും ദൂതന്മാരുടെ ഒരു സംഭാഷണം. മേ തം, എന്നിൽ നിന്ന് അതിനെ നീ ധരിച്ചാലും നീ മനസ്സിലാക്കിയാലും. ഹരി ഓം.